മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 5 വേഴ്സ് 24. ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു, പിന്നെ അവനെ കണ്ടിട്ടില്ല, ദൈവം അവനെ എടുത്തു. മരണം മനുഷ്യന്റെ പേടി സ്വപ്നമാണ്. ഭയമില്ലാതെ മരിക്കുവാൻ സാധിക്കുമെങ്കിൽ അതൊരു ഭാഗ്യമാണ്. ദൈവത്തോടുകൂടി ജീവിക്കുന്നവർക്ക് ദൈവത്തോടുകൂടി മരിക്കുവാൻ സാധിക്കും. ദൈവ സാന്നിധ്യത്താൽ അനുഭവമാകുന്ന സമാധാനം മരണസമയത്തും അവനുണ്ടായിരിക്കും. അതിനാൽ ദൈവത്തോടുകൂടി നടക്കുന്നതാണ് മരണഭീതിയിൽ നിന്ന് വിടുതൽ ലഭിക്കാനുള്ള മാർഗം. ദൈവത്തോട് ചേർന്ന് നടക്കുന്നവർ മരിക്കുമ്പോൾ ദൈവം മാറിക്കളയുകയില്ല, അവരോടുകൂടെ ദൈവവും ഉണ്ടായിരിക്കും. തൽഫലമായ മരണസമയം ഭയം നമ്മെ ബാധിക്കുകയില്ല. ഹാനോക്ക് ദൈവത്തോടുകൂടി ജീവിച്ചു, ദൈവത്തോടുകൂടി നടന്നതിനാൽ മരണസമയം ദൈവം ഹാനോക്കിനെ സ്വീകരിച്ചു. ഹാനോക്കിന്റെ ജീവിതകാലത്ത് നിരന്തരമായ ദൈവസാന്നിധ്യം അനുഭവിച്ചിരുന്നു. അക്രമവും വഷളത്വവും വർദ്ധിച്ചിരുന്ന ആ കാലത്ത് ചുറ്റുപാടുകളുടെ പ്രേരണയിൽപ്പെട്ട് പാപവഴികളിൽ പോകുവാൻ ഹാനോക്ക് തയ്യാറായില്ല. തന്റെ ജീവിതകാലം മുഴുവൻ ദൈവമായിട്ടുള്ള നിരന്തര സമ്പർക്കം പുലർത്തി. തൽഫലമായി മരണകവാടത്തിലെ ഭയം അനുഭവിക്കാതെ മഹത്വത്തിലേക്ക് താൻ പ്രവേശിച്ചു. ദൈവത്തോടുകൂടെ ജീവിക്കുന്നവർക്ക് സ്വാഭാവികമായി ലഭിക്കുന്ന അനന്തര അനുഭവമാണ് സമാധാന മരണം. ഓരോ ദിവസവും അന്നത്തെ ജീവിതം ദൈവത്തോടുകൂടി നടക്കുവാൻ സ്വയം സമർപ്പിക്കണം. അപ്രകാരമുള്ള അനേകം ദിവസങ്ങളുടെ സമാഹാരമായിരിക്കണം നമ്മുടെ ജീവിതം. ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ ഇന്ന് കർത്താവിനോടുകൂടി ജീവിക്കുമെന്ന് നിശ്ചയിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തോടുകൂടിയാകും. കർത്താവായ ഈശോയോട് ചേർന്ന് ജീവിച്ചാൽ മരണസമയം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഈശോയോടുകൂടി ജീവിക്കുന്നവരുടെ മരണസമയം ഈശോ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവണം. നമ്മുടെ ജീവിതം എപ്പോഴും ഈശോയോട് കൂടി ആയിരിക്കണം. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളോടുകൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.